ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ രാമേശ്വരം ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരിയും നമ്മുടെ ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കഴുകിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇട്ട് വെച്ചേക്കണത്. അരക്കാൻ നേരത്തും ഇതേപോലെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് അരക്കണത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആക്കി അരച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം രണ്ടും ഒരുമിച്ചല്ലല്ലോ അരച്ചേക്കണത്. അപ്പോൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒരു രാസപ്രവർത്തനം നമ്മുടെ കൈയൊക്കെ കഴുകിയ ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രാസപ്രവർത്തനം സംഭവിച്ച് നല്ലപോലെ പൊങ്ങും മാവ്. പിന്നെ അതുപോലെ ഞാൻ അരക്കാൻ നേരത്ത് നല്ലപോലെ ചോറ് ആഡ് ചെയ്തു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ നമ്മളെ ചോറ് വെച്ച ചോറ് ബാക്കി ഉണ്ടാവില്ലേ, അത് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യക്തമായി പറഞ്ഞുകൊണ്ടിട്ട് തന്നെ ഞാൻ അത് കാണിക്കുന്നില്ല കേട്ടോ. രാവിലെ ആയിട്ടുണ്ട്, മാവ് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേണ്. അപ്പോൾ നമുക്ക് രാമേശ്വരം ഇഡ്ഡലി ഉണ്ടാക്കാം. രാമേശ്വരം ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വട്ടത്തിലുള്ള പാത്രം, പരന്ന ടൈപ്പ് പാത്രം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാവ് മാറ്റിയിട്ട് അതിലേക്ക് ഉപ്പിട്ട് ശേഷം മിക്സ് ചെയ്തിട്ട് ആ മാവ് ആ പാത്രത്തിലുള്ള പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. സാധാരണ രാമേശ്വരം ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ തുണി ഉണ്ടാവും, നല്ല വൈറ്റ് തുണിയിൽ അതിലിങ്ങനെ കുടത്തിൻ്റെ മുകളിൽ വൈറ്റ് തുണി ഉണ്ടാവും. അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പരത്തി ഇതുപോലെ ദോശ ഉണ്ണോട്ട് പരത്തി ഇങ്ങനെ ഒഴിക്കലാണ്. പക്ഷേ അതൊക്കെ കുറച്ച് പണിയായതുകൊണ്ടിട്ട് ഞാനിതുപോലെ പരന്ന പാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇടിയപ്പച്ചെമ്പ് നല്ലപോലെ ആവിയേറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ആവി വന്നിട്ടുണ്ട് കേട്ടോ ഇടിയപ്പച്ചെമ്പിൻ്റെ. അതിലേക്ക് ഇതുപോലെ ഒരു പരന്ന മാവ് ഒഴിച്ചത് വെച്ച് കൊടുക്കണേണ്. എന്നിട്ട് അത് ശരിക്കും ആവി വന്ന ശേഷം അടുത്ത മാവ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ചില ഇടിയപ്പ തട്ടുണ്ടാവും ഇങ്ങനെ ഇതേപോലെ പരന്ന റിങ്ങുള്ള അടുക്കടുക്കാക്കി വെക്കുന്നത്. അതിലാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. ഓരോ റിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ട് ഇറക്കി വെച്ചാൽ മതിയാകും. ഞാൻ പറയുന്നത് കണ്ടവർക്കത് മനസ്സിലാവും. അങ്ങനത്തെ ടൈപ്പ് ഇടിയപ്പ തട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരിക്കും ആവിയൊക്കെ വന്ന് അത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ എന്നിട്ട് അടുത്തതും മറ്റേതും അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടൊക്കെ അറിയ ശേഷം നമുക്കതൊക്കെ എല്ലാം എടുക്കാം. ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്, നല്ല കട്ടിയുള്ള കിണ്ണത്തപ്പം പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പുതിന ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതുപോലെ തമിഴ്നാടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ രാമേശ്വരം ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ചട്നി ഇങ്ങനെ തൂക്കിയിട്ട് അടുക്കടുക്കായിട്ട് വെക്കും. അപ്പോൾ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അതെടുത്ത് കൊടുത്ത് സാമ്പാർ ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഒരു രാമേശ്വരം ഇഡ്ഡലിയുടെ പുറത്തേക്ക് തക്കാളി ചട്നിയും അടുത്തതിൽ പുതിന ചമ്മന്തിയും തേക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ആക്കിയെടുക്കണേണ്. ഇതേ പുതിന ചമ്മന്തിക്ക് ഒരു പച്ചപ്പ് കുറവാണ്. കാരണം പുതിന എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ടിട്ടാണ് അങ്ങനെ കറക്റ്റ് കിട്ടാതിരുന്നത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ കുഴിയിൽ ഒഴിച്ചിട്ട് ആ വീർത്ത് തന്നെ ഇതിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ പരത്തി ചെയ്യണ ഇഡ്ഡലിക്ക്. അപ്പോൾ പിന്നെ നല്ല സോഫ്റ്റാണ്. ചോറ് ഒരുപാട് ഒഴിക്കണോണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഞാൻ എടുക്കുമ്പോഴൊക്കെ അറിയാം തളർന്ന് നടക്കണില്ലേ നിങ്ങൾ. സാമ്പാറൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പഞ്ഞു പോലെ അലന്നു പോകും. അങ്ങനത്തെ ദോശയായിട്ട് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതായത് നമ്മളെല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ടെണ്ണത്തിൽ ടൊമാറ്റോ ചട്നിയും മറ്റേതിൽ പുതിന ചമ്മന്തിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കത് കഴിക്കണ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് രാമേശ്വരം ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടൊമാറ്റോ ചമ്മന്തി തേച്ച രാമേശ്വരം ഇഡ്ഡലിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചൂട് സാമ്പാർ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ചൂട് സാമ്പാർ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. വായിൽ വെള്ളം വരണം. ഞാൻ ഇത് 2-3 ദിവസം മുന്നേ പിടിച്ച വീഡിയോ ആണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കൊതിയാണ് വീണ്ടും ഒന്നും കൂടെ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ അലന്ന് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായത് കണ്ടില്ലേ, അലന്ന് വരും. അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇളയ മോള് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോകാൻ റെഡി ആയിക്കണായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കും പാക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായമൊക്കെ പറയാം, ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പം ഞാനും ഇതുപോലെ കഴിക്കണേണ്. അപ്പം എൻ്റെ ചാനലൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബായ്.